കൊച്ചു പിറന്നാള് തെയ്യോം തെയ്യോം താരം തീരോം തീരോം താരം കോഴിക്ക് കൊച്ചു പിറന്നാള് പൊക്കുമിനിക്കടി പെണ്ണ് ആ പൊത്തി പെറുക്കടി പെണ്ണ് പൊക്കിലൊതുങ്ങുന്ന നെൽമണി കൊത്താൻ പെട്ടെന്ന് പോയിടാം കൂട്ടായി കൊക്കുമിനിക്കടി പെണ്ണെ ആ കൊത്തി പെരുക്കടി പെണ്ണെ പൊക്കിലൊതുങ്ങുന്ന നെൽമണി കൊത്താൻ പെട്ടെന്ന് പോയിടാം കൂട്ടായി പൂവാവാ പൂവന്റെ മക്കളെ വാ പൊന്നിയം തോടുന്ന താഴെ കൊത്തി പെറുക്കാൻ വാ പൂവാവാ പൂവന്റെ മക്കളെ വാ പൊന്നിയം തോടുന്ന താഴെ കൊത്തി പെറുക്കാൻ വാ പൂവാവാ 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 പൂവാവാ. ആ കോഴികൾ വയലിലേക്ക് ചാടി കൊഴിഞ്ഞു വീണ നെൽമണികൾ അവരങ്ങനെ കൊത്തിപ്പറക്കുന്ന അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നോ രണ്ട് കണ്ണുകൾ നമ്മുടെ നായികയാകുന്ന പിടയിലേക്ക്, അതെ, ആ രണ്ട് കണ്ണുകൾ പതിഞ്ഞിരിക്കുകയാണ്. ആ കണ്ണുകളുടെ ഉടമയാരെന്നറിയണ്ടേ? എവിടെ നിന്നാണ് ആ രണ്ട് കണ്ണുകളെന്നറിയണ്ടേ? മറ്റൊരു സ്ഥലത്തൊന്നുമല്ല, ആ വയലിന്റെ തിട്ടയിൽ ഒരു കടപ്ലാവിന്റെ ചുവട്ടിൽ സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ, ഒരു മാന്യ വ്യക്തി. അദ്ദേഹം അങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പൂവൻ. പൊന്നിയം നാട്ടിലെ പൂവൻ, വടക്കൻ മലബാറിലെ പൂവൻ, ആരോമൽ ചേകവരുടെയും ഉണ്ണി ആർച്ചയുടെയും പാലാ ടോമന്റെയും തച്ചോളി അമ്പുവിന്റെയും കുഞ്ഞാരി മനക്കാരുടെയും നാട്ടിൽ വളർന്ന പൂവൻ, നാടൻ പൂവൻ, അങ്കപ്പൂവൻ. ആ പൂവനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ, പൊന്നിയം നാട്ടിൽ പിറന്ന പൂവൻ പൊന്നുപോൽ മിന്നുന്നോലായിരുന്നു. പൊന്നിയം നാട്ടിൽ പിറന്ന പൂവൻ പൊന്നുപോൽ മിന്നുന്നോലായിരുന്നു. പാടുങ്ങളായി വളർന്നോരെല്ലാം അങ്കവാലുള്ളവരായിരുന്നു. പൊന്നിയം നാട്ടിൽ പിറന്ന പൂവൻ പൊന്നുപോൽ മിന്നുന്നോലായിരുന്നു. പൂവലു തിങ്ങിയ മെയ്യഴകും മാരിവിൽ തോൽക്കും മണിക്കഴുത്തും. പൂവലു തിങ്ങിയ മെയ്യഴകും മാരിവിൽ തോൽക്കും മണിക്കഴുത്തും. ചെമ്പരത്തി പൂ തോൽക്കും കിരീടം ആരെയും വെല്ലുന്ന ചങ്കുറപ്പും നല്ല ചങ്കുറപ്പും. സഹൃദയരെ, ഈ പൂവന്റെ രണ്ട് കണ്ണുകൾ നമ്മുടെ നായികയാകുന്ന പെടയിലേക്ക് മാത്രം പതിഞ്ഞിരിക്കുകയാണ്. അവളെ കണ്ട മാത്രയിൽ ആ പൂവന്റെ രണ്ട് കണ്ണുകൾ അവളിലേക്ക് പതിയെ മാത്രമല്ല, പൂവൻ അവളെ വിളിച്ചു, പെടേ. അവൾ ഞെട്ടിത്തിരിഞ്ഞു. അല്ല, ഇതാര്? പൂവേട്ടനോ? എന്താണ് ചേട്ടാ? പെടേ, നിന്റെ കൂട്ടുകാരികളെല്ലാം വീട്ടിലേക്ക് പോയല്ലോ, നീ എന്താ വീട്ടിലേക്ക് പോകാത്തത്? ഈ പൂവൻ അവളോട് ചോദിക്കുകയാണ്. അയലത്തെ ആൾക്കാരെല്ലാം അവരോരുടെ വീട്ടിൽ പോയി. അയലത്തെ ആൾക്കാരെല്ലാം അവരോരുടെ വീട്ടിൽ പോയി. നീ മാത്രം പോകാതെ തനിയെ നിലകൊള്ളുന്നേ, പ്രകൃതി രമണീയത കണ്ടിട്ടാണോ പെണ്ണെ? കഥനെല്ലിൻ മണികൾ കണ്ടിട്ടാണോ പെണ്ണെ? അയലത്തെ ആൾക്കാരെല്ലാം അവരോരുടെ വീട്ടിൽ പോയി. നീ മാത്രം പോകാതെ തനിയെ നിലകൊള്ളുന്നേ, പ്രകൃതി രമണീയത കണ്ടിട്ടാണോ പെണ്ണെ? കഥനെല്ലിൻ മണികൾ കണ്ടിട്ടാണോ പെണ്ണെ? കണ്ണണിയേ കരളിൻ മണിയേ അങ്ങകലെ നിന്നു വലഞ്ഞു. കൺമണിയേ കരളിൻ മണിയേ അങ്ങകലെ നിന്നു വലഞ്ഞു. അയലത്തെ പൂവൻ ഞാന് നിന്നരികിൽ ഒന്നു വരട്ടെ. തലപൊക്കി 4 വയസ്സത്തേക്കും കണ്ണെറിഞ്ഞതിന് ശേഷം കള്ളച്ചിരിയോടുകൂടി പൂവനെ മാത്രം നോക്കിക്കൊണ്ട് പറയുകയാണ്. അയലത്തെ ആൾക്കാർ കണ്ടാൽ അഭിമാനം ഇന്നു നശിക്കും. അയലത്തെ ആൾക്കാർ കണ്ടാൽ അഭിമാനം ഇന്നു നശിക്കും. ആരാരും കാണാതെ എന്നരികിൽ വന്നിട്ട് പോളെന്താ കാര്യം? എന്നരികിൽ
അരികിൽ വന്നിട്ടിപ്പോഴെന്താ കാര്യം? പെടേ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. ചേട്ടാ, എനിക്കറിയാമല്ലോ, നമ്മൾ ഒരുമിച്ച് എത്രയോ വീടിന്റെ മുൻവശത്തൊക്കെ കൊത്തിപ്പിറക്കി ചികഞ്ഞുമുക്കി നടന്നിട്ടുണ്ട്. പെടേ, അത് സത്യമാണ്. പക്ഷേ എന്താണ് ചേട്ടാ പക്ഷേ? പെടേ, ഞാൻ ഏകനാണ് പെടേ. എന്റെ അച്ഛനും അമ്മയും എന്നേക്കുമായി എന്നെ വിട്ട് പിരിഞ്ഞു. ചേട്ടാ, അതെനിക്കറിയാമല്ലോ. ചേട്ടന്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും പണ്ടൊരു കുറുക്കൻ ഒറ്റ കടിക്ക് കൊന്നതല്ലേ ചേട്ടാ? പെടേ, അതും സത്യമാണ്. പക്ഷേ എന്താണ് ചേട്ടാ പക്ഷേ? ഞാൻ പറയുന്നത് അവിവേകമാകുന്നുവെങ്കിൽ നീ എനിക്ക് മാപ്പ് തരണം. എന്താണ് ചേട്ടാ, പറയൂ ചേട്ടാ. പെടേ, ഐ ലവ് യു. വാട്ട്? യെസ്. പൂവന്റെ നാക്കിൽ നിന്നും അറുന്നു വീണ വാക്കുകൾ കേട്ട് ലജ്ജാവതിയായ പെട അവൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകൾ ചിറകിനുള്ളിലേക്ക് അമർന്നു. അവൾ ആ പാടശേഖരത്ത് ചെളിക്കുള്ളിൽ നിന്നുകൊണ്ട് ലജ്ജാവതിയായി ചേന വരച്ചു. അതിനുശേഷം സമ്മതം കലർന്ന ഭാവത്തിൽ പൂവനെ നോക്കി. ഈ നോട്ടം ലഭിച്ച മാത്രയിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ പൂവൻ മുകളിലേക്കും താഴേക്കും ചാടി. അറിയാതെ കണ്ട്, ഈശ്വര, മൈ ഗോഡ്, മൈ ചിക്കൻ ഗോഡ്, എല്ലാം മറന്നുപോയ പൂവൻ അവൾക്ക് എന്താണ് വാങ്ങി ചീച്ചു കൊടുക്കേണ്ടത്? അപ്പോഴാണ് പൂവൻ അവനെ തന്നെ പുച്ഛിച്ചത്. ഈശ്വര, നീ എന്നെ കോഴിയാക്കി ജനിപ്പിച്ചല്ലോ. ഞാനൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ എന്റെ എല്ലാമായ ഹൃദയേശ്വരിക്ക് ഒരു ഫോറിൻ സാരിയോ ഫോറിൻ കുടയോ പ്രേമ സമ്മാനമായി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അവൾ പിടയായിപ്പോയി, ഞാൻ പൂവനുമായി പോയി. പൂവൻ അങ്ങനെ വിഷാദിച്ചു നിൽക്കുന്ന അവസരത്തിൽ എങ്ങനെയോ അദ്ദേഹത്തിന്റെ ചിറകു ചെന്ന് അദ്ദേഹത്തിന്റെ അങ്കവാലിൽ ചെന്നുപെട്ടു. വാലോ, അങ്കവാലോ, മറ്റൊന്നും ആലോചിച്ചില്ല. ആ അങ്കവാലിൽ ഒരെണ്ണം പറിച്ചു തന്റെ എല്ലാമായ പിടയ്ക്ക് സമ്മാനമായി കൊടുത്തു. ആ അങ്കവാലുമായി മാറിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ അങ്ങനെ നടന്നകലുകയാണ്. പുതു ചിന്തകൾ, പുത്തൻ കിനാവുകൾ, മെയ്യാകെ തളുതളാന്നു തളരുന്നു, കള്ളാകെ പിരിവിരാന്ന് പെരുക്കുന്നു. പതിവിനും വൈകി വീട്ടിലേക്ക് കയറി ചെന്നപ്പെട അവളുടെ അമ്മ കാണാതിരിക്കാൻ വേണ്ടി ആ പുരയുടെ ഒരു സൈഡിലെ ആ വേലിക്കുള്ളിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറുന്ന അവസരത്തിൽ അവളുടെ അമ്മ ആ വാലിനെ പിടിച്ചു. എടി പെടേ, ഇവിടെ വാടി, മാറി നില്ലടി ഇവിടെ. എടി, മാറി നിൽക്കാൻ. എടി, നീ എവിടെയായിരുന്നു മോളെ? ഈ സമയം വരെ നീ എവിടെയായിരുന്നു? നിനക്ക് നാവില്ലേ? നീ എവിടെയായിരുന്നു? ഉടനെ അവൾ അമ്മച്ചിയോട് പറയുകയാണ്, അമ്മച്ചി, അയ്യാറട്ടിന്നൽ മണി കണ്ടാൽ എന്റെ അമ്മച്ചി എങ്ങനെ ഞാനിട്ടേച്ചു പോരും? കൂട്ടുകാരികൾ കുത്തിവലിക്കുമ്പോ എന്റെ അമ്മച്ചി എങ്ങനെ ഞാൻ പെട്ടെന്ന് പോരും? മോളെ, നീ കൊത്തിപ്പിറക്കാൻ പോകുന്നതിനോ ചികയാൻ പോകുന്നതിനോ നിന്റെ അമ്മച്ചിക്ക് യാതൊരു എതിരുമില്ല. പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കണം മോളെ, നിന്റെ പ്രായം മോശമാണടി. നിന്റെ ഈ 16 മോശമാണടി, മോശമാ. നിന്റെ ഈ പ്രായത്തിൽ പല പൂവന്മാർ നിന്റെ ചുറ്റും കൂടും. അവന്മാർ നിന്നെ ചുണ്ടുവിടർത്തി കാണിക്കും, ചിറകിട്ടടിച്ച് കാണിക്കും, വാലിട്ടിളക്കി കാണിക്കും. അവന്മാരുടെ ചലനത്തിൽ നീ മയങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ ദുഷ്ടന്മാർ നിന്റെ സ്ത്രീത്വത്തെ പിച്ചി ചീന്തി കഴിയുമ്പോഴത്തേക്ക് നിനക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നിവൃത്തിയില്ലാതെ, വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ നിവൃത്തിയില്ലാതെ കണ്ട് നിന്റെ പ്രായത്തിലുള്ള സ്ത്രീകൾ 2 ബോട്ടിൽ വിഷം നിന്ന് കുടിക്കുക, പുരയുടെ മുകളിൽ നിന്നെടുത്ത് ചാടിയ എന്നുള്ള വിവരങ്ങളെല്ലാം മോളെ നീ ഈ പത്രത്തിലൂടെ മനസ്സിലാക്കുന്നില്ലേ? നിനക്ക് 16-16.25 വയസ്സ് പ്രായമായി. നല്ലതേതാ മോശമേതാ എന്ന് എൻ്റെ മോള് കുറച്ചുകൂടെ ചിന്തിച്ച് ജീവിക്കേ. തന്റെ അമ്മയുടെ വാക്കിനനുസരിച്ചു കൊണ്ട് നിശബ്ദയായി നിശ്ചലയായി അവൾ ആ കുടിലിനുള്ളിലേക്ക് കയറി ചെന്നു. ഇല്ല, അതിനുശേഷം അവളുടെ പൂവേട്ടൻ സമ്മാനിച്ച അങ്കവാൽ അവൾ എവിടെയോ തിരികെ വെച്ചു. അതിനുശേഷം ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇല്ല, എന്റെ കുടുംബത്തിന്റെ നിലയും വിലയും ഞാൻ കളഞ്ഞു കുളിക്കില്ല. എന്റെ മാതാപിതാക്കളുടെ വാക്കുകൾ ഞാൻ ധിക്കരിക്കില്ല. മേലിൽ പൂവേട്ടനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. സത്യം. അവൾ അതിനുശേഷം അവളുടെ പൊന്നു പൂവേട്ടനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം സന്ധ്യാസമയത്ത് വരാന്ന് പറഞ്ഞ് വാലും വലിച്ചു പറിച്ച് വെച്ചോണ്ട് പോയതാണ് പെട.
അവളെ അന്വേഷിച്ച് പിറ്റേ ദിവസം സന്ധ്യ മുതൽ പൂവൻ ആ കടപ്ലാവിന്റെ ചുവട്ടിൽ കുത്തിയിരിക്കുകയാണ്. അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിലുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു, അതിനുള്ള വേദന ഞാനറിഞ്ഞു. ഇല്ല, എനിക്ക് എന്റെ പ്രിയപ്പെട്ടവളെ കാണണം, എന്റെ പെടയെ കാണണം. ആ പൂവൻ കടപ്ലാവിന്റെ ചുവട്ടിൽ നിന്ന് ചാടിയിറങ്ങി അവളുടെ വീട് ലക്ഷ്യമാക്കി ആ പൂവൻ അങ്ങനെ ഓടുകയാണ്. ഓടി 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 അങ്ങകലെ അവളുടെ വീടിന് സമീപത്തുള്ള ആ വേലിയുടെ വെളിയിൽ പോയി നിന്നു. മറ്റാരും കാണാതെ പൂവൻ ആ വേലിക്കുള്ളിലേക്ക് തല മാത്രം ഇട്ടു നോക്കി. അവളെ നോക്കിക്കൊണ്ട് പൂവൻ ചെറുതായി ശബ്ദം വച്ചു. ഈ ശബ്ദം കേട്ട മാത്രയിൽ അവൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഉടനെ അദ്ദേഹം അവളെ നോക്കിക്കൊണ്ട് അറിയാതെ ഒന്ന് മൂളിപ്പോയി. പൂവൻ ചേട്ടൻ ചിറകു കുടഞ്ഞു, അടുത്തുവാ പെടപ്പെണ്ണേ, അകത്തുവാ, അകത്തു വന്നാൽ നൽകാം ഞാൻ പൊക്കുകൊണ്ടൊരു സമ്മാനം. പൂവൻ ചേട്ടൻ ചിറകു കുടഞ്ഞു, മല്ലനവറാൻ പടുത്തുയർത്തിയ വൈക്കോൽ തുറുവിനടിയിൽ, വൈക്കോൽ തുറുവിൻ അടിയിലുണ്ട് കച്ചി കൊണ്ടൊരു പൂമെത്ത. വാവണ്ണ അടുത്തു വാവണ്ണ, ഈ കുറുക്കനെ കണ്ടാൽ പേടിക്കുമോ, ഇന്ന് പേടിക്കുമോ? പൂവൻ ചേട്ടൻ ചിറകു കുടഞ്ഞു. അതെ, അദ്ദേഹം അവളെ മാറിനോട് ചേർത്തു. ലജ്ജാവതിയായ അവൾ അദ്ദേഹത്തിന്റെ കരവിലങ്ങുകൾക്കുള്ളിൽ ഒതുങ്ങി. ചേട്ടാ, എന്താ പെണ്ണെ, വല്ലവരും കാണും, ചുമ്മാതിരി. അവൾ പറയുകയാണ്. ഇവിടെ ആരെങ്കിലും വന്നാലോ, ഇവിടെ ആരെങ്കിലും വന്നാലോ, ഓ ഇവിടെ ആരിപ്പം വരാനാ, അല്ല അഥവാ ആരെങ്കിലും വന്നു പോയാൽ ഓടുന്ന കഹരിയെ ഞാനേറ്റു പെണ്ണെ. ഇവിടെ ആരെങ്കിലും വന്നാലോ, ഇവിടെ ആരെങ്കിലും വന്നാലോ, ഓ ഇവിടെ ആരിപ്പം വരാനാ, അല്ല അഥവാ ആരെങ്കിലും വന്നു പോയാൽ ഓടുന്ന കഹരിയെ ഞാനേറ്റു പെണ്ണെ. ചേട്ടാ, അതാ വരുന്നു, ചേട്ടാ ഓടിപ്പോയിക്കോളൂ. പെണ്ണെ, നീ എന്താ പറയുന്നത്? ചേട്ടാ, എന്റെ അമ്മ വരുന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് എന്റെ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും ചേട്ടാ. പെണ്ണെ, നിന്റെ അമ്മ വരട്ടെ, ഞാൻ അവരോട് പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാം. ചേട്ടാ, അങ്ങനെ പറയരുത് ചേട്ടാ, ഓടിപ്പോയിക്കോളൂ ചേട്ടാ, ഓടിപ്പോയിക്കോളൂ ചേട്ടാ, എവിടെയെങ്കിലും പോയിക്കോളൂ ചേട്ടാ. ആ മൈലാഞ്ചി കാടില്ലേ, മൈലാഞ്ചി കാട് അറിയോ? അറിയാം ചേട്ടൻ. എന്നാൽ അവിടേക്ക് ഓടിപ്പോയിക്കോ കേട്ടോ. അമ്മച്ചി കാണാതെ കണ്ട് ഞാൻ പതിയെ ഓടി വരാം കേട്ടോ. ഓടിപ്പോയിക്കോ, പോയിക്കോ പോയിക്കോ. പൂവനെ അവിടേക്ക് പറഞ്ഞു വിട്ടിട്ട് അവൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അവളുടെ അമ്മ കയറി വന്നു. ഓ എടി മോളെ പെടേ, ഓ എന്താടി നീ നിന്ന് പരുങ്ങുന്നത്? അമ്മച്ചി, ഞാനൊന്ന് പരുങ്ങി നോക്കിയതാ. പരുങ്ങി നോക്കിയാ? കുറച്ചു കഴിഞ്ഞ് അവൾ അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചി, എന്താ മക്കളെ? ഞാൻ ബാത്റൂമിലേക്കൊന്ന് പോയിക്കോട്ടെ? ആ പോയിക്കോ. അനുവാദം കിട്ടിയ ഉടൻ തന്നെ അവളുടെ അമ്മ കാണാതെ കണ്ട് ആ പുരയുടെ പുറകുവശത്തുള്ള രണ്ടടി പാതയിലേക്ക് ചാടി. അവൾ നേരെ മൈലാഞ്ചി കാട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവൾ വിളിച്ചു, ചേട്ടാ, പൂവേട്ടാ, പൂവേട്ടാ, പൂട്ടാ. പ്രിയപ്പെട്ടവരെ, ഈ പെട സ്നേഹം കൂടുമ്പോഴത്തേക്ക് പൂവനെ വിളിക്കുന്ന പേരാണ് പൂട്ടൻ. പൂട്ടാ, പൂട്ടാ. പെട്ടെന്നവൾ അങ്ങകലെ മൈലാഞ്ചിക്കാടിൽ ഒരനക്കം കണ്ടു. അവൾ അദ്ദേഹത്തെ കണ്ടു. മൈലാഞ്ചിക്കാടിന്റെ മറവിൽ നിന്നോടി വന്ന മണിവർണ്ണ
പൂവൻ ചേട്ടാ. ആ മൈലാഞ്ചിക്കാടിന്റെ മറവിൽ നിന്നോടി വന്ന മണിവർണ്ണ പൂവൻ ചേട്ടാ. നിന്റെ കഴുത്തിന്റെ മുകളിലെ കളറുള്ള തൂവൽ കണ്ടാലും കൊതി തീരില്ല, ഞാൻ തൊട്ടാലും മതിയാകില്ല. മൈലാഞ്ചിക്കാടിന്റെ മറവിൽ നിന്നോടി വന്ന മണിവർണ്ണ പൂവൻ ചേട്ടാ. നിന്റെ കഴുത്തിന്റെ മുകളിലെ കളറുള്ള തൂവൽ കണ്ടാലും മതിയാകില്ല, ഞാൻ തൊട്ടാലും കൊതി തീരില്ല. പെടേ, ഞാനൊരു വാർത്ത അറിഞ്ഞല്ലോ. എന്തു വാർത്ത? നീ ഡാൻസ് പഠിച്ചു എന്ന്. ഞാൻ ഡാൻസ് പഠിച്ചല്ലോ. കോഴിയായ നീ ഡാൻസ് പഠിച്ചോ? അതെ. ഏത് ഡാൻസ്? ഭരതനാട്യം. ഭരതനാട്യം? ആ. മൈ ചിക്കൻ ഗോഡ്. എങ്കിൽ എന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു ഡാൻസ് ചെയ്യില്ലേ? ചെയ്യാമല്ലോ. സഹൃദയരെ, ഈ പൂവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ നായിക ഒരു നൃത്തം ചെയ്തു കഴിഞ്ഞു. പൂവൻ അവളെ മാറിനോട് ചേർത്തു. അവർ അങ്ങനെ ആനന്ദവിനയരായി നിൽക്കുകയാണ്. ആ സമയത്ത് എവിടുന്നോ ഒരു ശബ്ദം. കുടുംബത്തിന് അഭിമാനം മുഴുവൻ മുടിപ്പിച്ച വഞ്ചകി മകളെ. എടി ദ്രോഹി, എടി വഴിപിഴച്ചവളെ, വാടി ഇവിടെ. തന്റെ ഓമന മോളെ ആ മാതാവ് മർദ്ദിച്ചു, അവളുടെ അമ്മ മർദ്ദിച്ചു. എടി ദുഷ്ടേ, അവളെ വലിച്ചിഴച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. എടി എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു പൂവനെ പോലും കാണരുത്, സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? വാടി. വീണ്ടും വീണ്ടും മർദ്ദിച്ചു. തന്റെ പൊന്നുമകളെ മർദ്ദിച്ച് മനസ്സ് തളർന്ന ആ അമ്മ അവളെ വീണ്ടും മർദ്ദിച്ചു. അതിനുശേഷം തന്റെ പൊന്നുമകളെ കെട്ടിപ്പിടിച്ച് ആ തള്ള പൊട്ടിക്കരഞ്ഞു. എന്റെ മക്കളെ, എന്റെ പൊന്നുമക്കളെ. മക്കൾ കരയാതെ, എന്റെ പൊന്നുമക്കൾ കരയാതെ, എന്റെ മക്കൾ കരയാതെ. മോളെ, നിനക്ക് ഈ ലോകത്തെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യ. മോളെ, നിന്റെ പ്രായം മോശമാണ്. നിന്റെ ഈ 16 മോശമാണടി, മോശമാ. തന്റെ അമ്മയുടെ വാക്കിനെ അവൾ ധിക്കരിച്ചില്ല. അവൾ അവിടെ തന്നെ ഇരുന്നു. ഈശ്വര, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തകർന്ന മനസ്സും നിറഞ്ഞ കണ്ണുമായി അവൾ ആ കൊച്ചു കുടിലിനുള്ളിൽ കിടന്നു. സഹൃദയരെ, ആ കൊച്ചു കുടിലിനുള്ളിൽ ദീനരോധനങ്ങളും പൊട്ടിക്കരച്ചിലും മാത്രം. വീർപ്പ് മുട്ടുന്നു ബലൂൺ പോലെ. പിറ്റേ ദിവസം സമയം പ്രഭാതമായി. കിഴക്കൻ മലയിടുക്കിൽ മറ്റേ പുള്ളി തലപൊക്കി. കളകോചനം പൊലിക്കുന്ന പക്ഷികളുടെ കളകളനാദങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. പുലർച്ചയ്ക്ക് ഉണർന്ന പെട. അവളുടെ മനസ്സിൽ പല പല ചിന്തകളാണ്. അവളുടെ എല്ലാമെല്ലാമായ, അവളുടെ സർവസ്വമായ അവളുടെ അമ്മ ഒരു വശത്ത്, അവൾക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് അവളുടെ പൂവേട്ടൻ മറുവശത്ത്. മൈ ചിക്കൻ ഗോഡ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് തെറ്റായിപ്പോയോ? അദ്ദേഹം ഒരു കോഴിയല്ലേ? എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ വയ്യേ. ഞാൻ സ്നേഹിച്ചാൽ എന്റെ അമ്മ എതിർക്കുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മയോട് പറയണോ അതോ വേണ്ടയോ? പറയണോ വേണ്ടയോ, 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 പറയണോ വേണ്ടയോ. ഈ പറയണോ വേണ്ടയോ, പറയണോ വേണ്ടയോ എന്നുള്ള ചിന്ത പ്രിയപ്പെട്ടവരെ അവളെ തളർത്തി കളഞ്ഞു. മോഹങ്ങൾ നശിച്ച, ആഗ്രഹങ്ങൾ കൊഴിഞ്ഞ നമ്മുടെ നായിക അവളുടെ പൂവേട്ടൻ പണ്ട് സമ്മാനിച്ച ആ അങ്കവാൽ മാറിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ പൊന്നിയമ്പുഴയുടെ തീരത്ത് പോയിരുന്ന് തകർന്ന മനസ്സും നിറഞ്ഞ കണ്ണുകളുമായി അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ വീടിനുള്ളിൽ എന്തോ ശബ്ദം. അവൾ വീട്ടിലേക്ക് ഓടിക്കേറി, അടുക്കളയിലേക്ക് ഓടിക്കേറി. അയ്യോ അമ്മച്ചി, 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 അമ്മച്ചിയേ, എന്റെ പൊന്നമ്മച്ചി. അവളുടെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ ആ നാട്ടിലെ കോഴികളെല്ലാം ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, അവളുടെ അമ്മയെ കുറുക്കൻ കടിച്ചു കൊന്നു, കുറുക്കൻ കൊന്നു. അവളുടെ മാതാവിന്റെ അടുത്ത് അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. എന്റെ പൊന്നമ്മച്ചിയേ, എന്റെ പൊന്നമ്മച്ചിയേ. ഹൃദയം കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാം കാട്ടിലെ കുറുക്കൻ, ഇതാ ശത്രുവാം കാട്ടിലെ കുറുക്കൻ. ഹൃദയം കോഴിയെ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാം കാട്ടിലെ കുറുക്കൻ, ഇതാ ശത്രുവാം കാട്ടിലെ കുറുക്കൻ. ചെയ്യുവാൻ വയ്യാത്ത എൻ പ്രിയ തള്ളയുടെ ചിറകുകളീ വിധം വേർപെടുത്തി
കൊടുത്ത എൻ പ്രിയ തള്ളയുടെ ചിറകുകളീ വിധം വേർപെടുത്തി. ആനയല്ലല്ലോ നീ, ഓ, ഓ, ആനയല്ലല്ലോ നീ, സിംഹവുമല്ലല്ലോ കേവലനാ ഒരു കൂക്കൻ വൃദ്ധയം കോഴിയ സൂത്രത്തിൽ നശിപ്പിച്ച ശത്രുവാം കാട്ടിലെ കുറുക്കൻ. ഇതാ ശത്രുവാം അവളുടെ പൊട്ടിക്കരച്ചൽ കേട്ട് ഓടിക്കൂടിയ ആ നാട്ടിലെ കോഴികളും പട്ടികളും പൂച്ചകളും എലികളും നിശബ്ദരായി പൊട്ടിക്കരയല്ലാതെ അവർക്ക് മറ്റു യാതൊന്നും കഴിഞ്ഞില്ല. ആ കാണികളെ തള്ളി നീക്കിക്കൊണ്ട് അവിടേക്ക് ഒരു മാന്യ വ്യക്തി കയറി ചെന്നു. അവളുടെ ചിറകിന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തകർന്ന മനസ്സുമായി അവൾ അദ്ദേഹത്തിന്റെ മാറിലേക്ക് വീണു. പൂവേട്ടാ, എന്റെ പൂവേട്ടാ, എനിക്ക് ആരുമില്ല പൂവേട്ടാ. പെടേ, കരയാതെ പെടേ, സമാധാനമായി ഇരിക്കപ്പെടേ. നിനക്ക് ആരുമില്ലെന്ന് മാത്രം നീ പറയരുത്. നിനക്ക് ഞാനുണ്ട് പെടേ, നിന്റെ പൂവേട്ടനുണ്ട് പെടേ. എന്റെ ശരീരത്തിൽ ജീവന്റെ അംശമുണ്ടെങ്കിൽ ആ നിമിഷം വരെ നീ എന്റെ ഭാര്യയാണ് പെടേ. ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഭാര്യയുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും പെടേ. പെടേ, നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ല. ഈ നാട്ടിൽ ദുഷ്ടന്മാരായ കുറുക്കന്മാർ നമ്മുടെ കഷ്ടകാലത്തിന് ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകാം. വരൂ പെടേ, എവിടെയെങ്കിലും പോകാം. സഹൃദയരെ, അവർക്ക് ആ നിമിഷം വരെ ആഹാരം കൊടുത്ത ചിന്ന ചേച്ചിയുടെയും മാത്തുചേട്ടന്റെയും വീട്ടിന് മുന്നിലെത്തി ഈ പൂവനും പെടയും അവർക്ക് യാത്ര പറഞ്ഞ് പിരിയുകയാണ്. ചിന്ന ചേച്ചിക്കും ടാറ്റ, നമ്മുടെ മാത്തുചേട്ടനും ടാറ്റ. ചിന്ന ചേച്ചിക്കും ടാറ്റ, നമ്മുടെ മാത്തുചേട്ടനും ടാറ്റ. നടക്കാം നടക്കാം ചികഞ്ഞു നടക്കാം, കാണുന്ന കുറുവിന്റെ അടിയിൽ കയറാം. നടക്കാം നടക്കാം ചികഞ്ഞു നടക്കാം, കാണുന്ന തുറുവിന്റെ അടിയിൽ കയറാം. ചിന്ന ചേച്ചിക്കും ടാറ്റ, നമ്മുടെ മാത്തുചേട്ടനും ടാറ്റ. ടാറ്റ, ടാറ്റ. ചിന്ന ചേച്ചിക്കും ടാറ്റ, നമ്മുടെ മാത്തുചേട്ടനും ടാറ്റ. ചിന്ന ചേച്ചിക്കും ടാറ്റ, നമ്മുടെ